നല്ല തമാശ. ഞാൻ എന്തോരം ചിരിച്ച് തമാശ കാണാൻ സാരം പറഞ്ഞു. നീ ഇത്ര കാര്യം തമാശ പറഞ്ഞതല്ലേ? അവന്റെ കളിയാക്കൽ കൂടുതലുള്ള ആ കൂട്ടാരന്മാരിലെ ചെന്ന് പറഞ്ഞ് കളിയാക്കവള. അതൊന്നും അല്ല മാമേ, എപ്പോഴും ഇവരുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഓരോന്ന് വിളിച്ച് കുള്ളത്തിന്നു, പിന്നെ സോഡാ കുപ്പിന്ന് പരിച്ചക്കണ്ണീന്ന് കുളിച്ച് കളിയാക്കി. ആയിരം പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇതിപ്പോ എപ്പോഴായ മനുഷ്യന് സങ്കടാവൂലേ? എന്റെ അമ്മാമേ, ഞങ്ങൾ എന്തോരം തമാശക്ക് ചിരിച്ച് കളിച്ച് കോമഡി ആയിട്ടാണ് കാര്യങ്ങൾ പറയണെന്നറിയാമോ? ഇതൊക്കെ ഒരു തമാശക്ക് എടുക്കണ്ടേനി. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. ഒരു പക്വതയില്ലായ്മല്ലേ ആകാം. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എന്തോരെന്ന് വെച്ച് പറയും മനുഷ്യൻ. അത്രയും പേരുടെ ഡേന്ന് വെച്ച് ഉടക്കി അങ്ങോട്ട് പോയി. അപ്പൊ ഞാനാരേ ആകെ ഒന്ന് പരിചയക്കണ്ണീന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇത്ര സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? അമ്മാമ ഉണ്ടാ ചിരിച്ചു കളിച്ച് തമാശയായിട്ട് എടുക്കണ കാര്യങ്ങൾ തമാശയായിട്ട് തന്നെ എടുക്കണം. അത് കാര്യത്തിലെടുക്കരുത്. കണ്ട അമ്മാമക്ക് ബോധമുണ്ട്. ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേ? കല്യാണത്തിനുമായിട്ട് എന്ത് വെച്ചിട്ട് മുഖം മുറിപ്പിച്ചിരിക്കുന്നത്? കല്യാണത്തിന് പോയപ്പോ ചേട്ടൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി. ഞാനത് വിടുമെന്ന് അമ്മാമയോട് പറഞ്ഞപ്പോ അമ്മാമ ചേട്ടനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് വെക്കോതിരിക്കുന്നു. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അമ്മ പറയുന്നത് മുഴുവൻ കേട്ടോ നീ? മുഴുവനൊന്നും കേട്ടില്ല. എനിക്ക് കേട്ടിട്ട് ഭ്രാന്ത് പറഞ്ഞു. ഞാനോണ്ട് എനിക്ക് പോകും. നീ മുന്നേ തന്നെ അമ്മ പറയുന്നത് മുഴുവൻ ഒന്ന് കേട്ടു നോക്കിയേ. അപ്പൊ അറിയാം അത് കെണി വെക്കുന്നതാണോ സപ്പോർട്ട് ചെയ്യുന്നതാണോ. ഇങ്ങനെയാണോ? കേൾക്കണമല്ലോ. തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തിനാ ഇത്ര വേദനിക്കണ? അതാണ് ഞാനും പറഞ്ഞോളൂ. അങ്ങനെയല്ലേടാ? വേദനുണ്ടോ? തമാശക്ക് ചെയ്താണ് ഞാൻ. തമാശക്കാരന് പറഞ്ഞ് സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞ പിന്നെ പ്രാണം പോ. തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും കുത്തുന്നവര് വേദന ഉണ്ടാവൂല, കൊള്ളുന്നവരാണ് വേദന. മനസ്സിലാക്കിക്കോടാ നീ. മനസ്സിലായ വേദന? ഇത്തിരി വേദനിപ്പിച്ചാല് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യാനാണ്? ഒന്നും പറ്റിയിട്ടുണ്ടാവൂല ദൈവത്തോർത്ത്.